ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓണക്സ് ബസ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ഡ്രൈവറായിട്ട് ഞാൻ ജോലി കയറിയിട്ട് ഇപ്പോൾ 4 മാസമാകും കേട്ടോ. ഈ കമ്പനിയിൽ ഞാൻ പല ബസ്സുകളും ഓടിച്ചു. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ആണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, അത് ഈ സംഭവമാണ്. KL2 കൊല്ലം രജിസ്ട്രേഷൻ. കീഴിലെ വണ്ടിയാണ്, ഭയങ്കര സ്മൂത്താണ് ഓടിക്കാൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ വിശേഷങ്ങളും ഈ വണ്ടിയുടെ ഒരു റൈഡും ഒക്കെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഗൈസ്, വെൽക്കം ബാക്ക് ടു കുറേ വ്ളോഗ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ എൻ്റെ പേര് റെയിലിന് കുറയാം. നമ്മൾ പുറകെ വണ്ടി കേട്ടോ. ഈ കമ്പനിയിൽ ഞാൻ ജോലി കയറിയാൻ പറഞ്ഞില്ലേ, ഫെബ്രുവരി 1 ജോലി കയറിയതാണ്. ഇന്നിപ്പോൾ ഡേറ്റ് എത്ര പറയും? ഇന്നിപ്പം മെയ് 30 കേട്ടോ. 4 മാസമായി. 4 മാസം ഈ കമ്പനിയിൽ പല വണ്ടികൾ ഞാൻ ഓടിച്ചു. ഞാൻ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആൾക്കാർ. അതിൽ KL2, 3, 4, 5, 6, 7, 8, 9, 10 ഇതിലെല്ലാ വണ്ടി ഞാൻ ഓടിച്ചിട്ടില്ല. ഓടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഈ സാധനമാണ്, KL2. പ്രിയോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ H345 എന്ന് പറഞ്ഞ മോഡലാണിത്. ഓടിക്കാൻ ഭയങ്കര സ്മൂത്താണ്. അതായത് നമ്മളെ മുമ്പ് KL35 ഒക്കെ കണ്ടിട്ടുണ്ടോ വീഡിയോയിൽ? അത് MCI എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, മോട്ടോർ കോച്ച് ഇൻഡസ്ട്രീസ്. ഇത് പ്രിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. നമ്മളിപ്പോൾ എവിടെയാണെന്ന് അറിയാം? നമ്മളിപ്പോൾ ഉള്ളത് സെൻറ്റ് മേരീസ് എന്നുള്ള ചെറിയ ടൗണാണ്. ഇത് ടൊറൻറ്റോ എന്നുള്ള നഗരത്തിൽ നിന്നും ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ദൂരം ഉണ്ടാവും. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഞാൻ രാവിലെ 4:30 ടൊറൻറ്റോ ഡൗൺ ടൗൺ നമുക്ക് ട്രിപ്പ് തുടങ്ങുകയാണ്. ടൊറൻറ്റോ ഡൗൺ ടൗൺ, അത് കഴിഞ്ഞ് നമ്മൾ പിയേഴ്സൺ എയർപോർട്ട്, അത് കഴിഞ്ഞ് കിച്ചണർ ഡൗൺ ടൗൺ, അത് കഴിഞ്ഞ് സ്ട്രാറ്റ്ഫോർഡ് കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റോപ്പാണ് സെൻറ്റ് മേരീസ്. സെൻറ്റ് മേരീസിൽ നമ്മൾ 7 മണിയാകുമ്പോൾ എത്തും. 7:40 ഇവിടുന്ന് തിരിച്ച് ഇതേ സ്റ്റോപ്പിൽ തിരിച്ച് നേരെ അവസാനത്തെ ടൊറൻറ്റോ ഡൗൺ ടൗൺ വരെയാണ് എൻ്റെ ഡ്യൂട്ടി കേട്ടോ. വണ്ടി ഓണാക്കണ മുമ്പ് എപ്പോഴും എൻ്റെ ബെൽറ്റൊക്കെ എങ്ങനെ തെന്നിപ്പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത് സൈഡ് ഡോർ തുറന്നിട്ട് ഈ ഒരു ലിവർ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം തുറക്കും. ഒരു മിനിറ്റ് ആണോ, ഈ ഡോറ് തുറന്നു വരും. അങ്ങനെ ആദ്യത്തെ ഡോറും 2 ഡോറും തുറന്നു നോക്കുക. ഈ ബെൽറ്റൊക്കെ ഇവിടെ തന്നെ ഇല്ലേ എന്ന് ഉറപ്പ് വെക്കുക. ചിലപ്പോൾ തള്ളിപ്പോകാൻ സാധ്യതയുണ്ട് ബെൽറ്റുകളൊക്കെ കേട്ടോ. അപ്പോൾ പുള്ളിന്ന് തള്ളിപ്പോയിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ കൂളൻ്റ് ടാങ്കിൽ കൂളൻ്റ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അടിയിൽ ലീക്കൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ വണ്ടി ഓണാക്കാം. ഈ ഡോറ് ചുമ്മാ അടയ്ക്കുക. ഓക്കെ, കണ്ടാ, സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. നേരെ നമുക്ക് ഞാൻ പോയി വണ്ടി ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഇഗ്നിഷൻ സ്വിച്ച് കേട്ടോ. ഫസ്റ്റത്തെ ടേൺ ഓൺ ചെയ്യുക, ലൈറ്റ്സൊക്കെ വർക്കിംഗ് ആണ്. ടിക് 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 സൗണ്ടൊക്കെ കേൾക്കും. അതുകൊണ്ട് നമുക്ക് നേരെ ഇഗ്നിഷൻ അടിക്കുക. വണ്ടി ഈസ് ഓൺ. ലോ ഐഡിലായിരിക്കണം എപ്പോഴും വണ്ടി ഓൺ ചെയ്യേണ്ടത്. ഇതാണ് ലോ ഐഡിൽ ഹൈ ഐഡിലിൻ്റെ സ്വിച്ച്. അതായത് ലോ ഐഡിലാണെങ്കിൽ വണ്ടി ഒരു 600 RPM വണ്ടി നിൽക്കുക. ഹൈ ഐഡിലോട്ടല്ല, അതൊരു 800 to 900 RPM പോയി കയറിക്കും. അതതിൻ്റെ വ്യത്യാസം. പിന്നെ വണ്ടിയുടെ ഹെഡ് ലൈറ്റിന് സ്വിച്ച് ഇതാണ്. ഹെഡ് ലൈറ്റ് എപ്പോഴും ഓൺ ചെയ്തിട്ടേക്കുക. ഇത് 4-way ഫ്ലാഷ്, ബാക്കിയുള്ള എല്ലാം സാധാരണ പോലത്തൊക്കെ തന്നെ. ഗിയറിൻ്റെ ഷിഫ്റ്റിംഗ് ഇവിടെയാണ്. ഇതൊരു 6 സ്പീഡ് ഗിയർ ബോക്സാണ് കേട്ടോ. അതിൽ ഞാനെപ്പോഴും ചുമ്മാ ഡ്രൈവിലിട്ട് അങ്ങ് പോകാറുള്ളൂ, അല്ലാതെ മാനുവലിലിട്ട് 1, 2, 3 ഇങ്ങനെ ആശയില്ലാത്ത പണിക്കൊന്നും ഞാൻ പോകാറില്ല. പിന്നെ ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ ഇവിടെയുണ്ട്. ഇതൊരു നീലിംഗ് ബസ്സാണ്. ബസ് എയർ സസ്പെൻഷൻ താഴെയും പൊന്തൊക്കെ ചെയ്യും. അതിന് സിസ്റ്റമാണ് ഇവിടെ. എയർ ഹോൺ വേണോ, ഇലക്ട്രിക് ഹോൺ വേണോ. പിന്നെ ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഈ സൈഡിലത്തെ ഈ ഒരു വിൻഡോ ഉണ്ടോ, ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഈ സൈഡിലത്തെ ഈ വിൻഡോ പൊക്കാനും താഴ്ത്താനുള്ള സെറ്റപ്പാണ്. ഡ്രൈവറിന് ഇച്ചിരി കാറ്റൊക്കെ കൊള്ളാനായിട്ട്. പിന്നെ ഈ 2 നോബുണ്ട്. ഈ സൈഡിലത്തെ മിററും അപ്പുറത്തെ മിററും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള സെറ്റപ്പ്. ഇതെന്ന് പറയുന്നത് ടാഗ് ആക്സിൽ, ഏറ്റവും പുറകിലത്തെ 2 വീൽ ടാഗ് ആക്സിലാണ്.
അത് പൊക്കാനും താഴ്ത്താനും. ചെറിയൊരു വളവൊക്കെ ആണെങ്കിൽ നമുക്ക് റിവേഴ്സൊക്കെ ചെയ്യണമെങ്കിൽ ടാഗ് ഗ്യാസിൽ പൊന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുഖമാണ്. ഇതാണ് നമ്മുടെ എയർ ബ്രേക്കിൻ്റെ ലിവർ. ബാക്കി നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് സൺഷെയ്ഡ് 2 ഉണ്ട്. ഈ സൺഷെയ്ഡിൻ്റെ കൺട്രോളിങ് വന്നത് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ തന്നെ കേട്ടോ. ഒന്നിവിടെ സ്റ്റിയറിംഗ് വീൽ തന്നെ നമ്മുടെ ഇത് ക്രൂസ് കൺട്രോൾ ലെഫ്റ്റിലും എൻജിൻ ബ്രേക്ക് റൈറ്റ് സൈഡിലുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഡ്രൈവറിൻ്റെ മേലുള്ള ലൈറ്റ്, ക്യാബിൻ്റെ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. പിന്നെ റീഡിങ് ലൈറ്റ്, ഓവർഹെഡ് ഫാന്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡ്രൈവറിൻ്റെ AC, ഇത് പാസഞ്ചറിൻ്റെ AC. ഡ്രൈവറിൻ്റെ AC ഇപ്പോൾ ഓണാണ്, പാസഞ്ചറിൻ്റെ AC ഓണാക്കി ഇട്ടേക്കാം. 2 മ്യൂസിക് സിസ്റ്റം ഉണ്ട്, നമ്മൾ ഉപയോഗിക്കാറില്ല. ഇതേ കാറ്റ് വരാനുള്ള സെറ്റപ്പും ഉണ്ട്. ഇത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ലൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള സെറ്റപ്പാണ് ഇത്. പിന്നെ ഒരു കപ്പ് ഹോൾഡർ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കപ്പലിന് വേണമെന്നുണ്ട് തിന്നാനായിട്ട്. അതിനടിയിലും ഒരു ഒരു ചെറിയൊരു വലിപ്പമുണ്ട്. അതിൽ നമുക്കൊരു ഫോണൊക്കെ ചാർജ് ചെയ്യാനായിട്ടുള്ളൊരു സോക്കറ്റും ഉണ്ട്. ഏറ്റവും സിമ്പിൾ ഒരു ക്യാബിനാണ്. ഭയങ്കര ആഡംബരമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ളൊരു ക്യാബിൻ തന്നെയാണ് കേട്ടോ. ഇത്രയാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ വിശേഷങ്ങൾ. പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂം അവൈലബിൾ ആണ് വണ്ടിയിൽ. അതുകൊണ്ട് തന്നെ ലോങ്ങൊക്കെ പോകുമ്പം ഡ്രൈവറിന് പേടിക്കേണ്ട ആവശ്യമില്ല. ട്രക്കിലുള്ളൊരു വിഷയം അതായിരുന്നു, വാഷ്റൂം ഇല്ല. ഇതിലാണെങ്കിൽ നമുക്ക് വാഷ്റൂം ഉണ്ട്. വാഷ്റൂം എന്താ തുറന്നു കാണിച്ചു തരാം. എല്ലാ വണ്ടിയിലും വാഷ്റൂമൊക്കെ അവൈലബിളാണ്. ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യട്ടെ. യെസ്, സമയം ഏകദേശം 7:30 ആവാറായിട്ടോ. 7:40 നമുക്ക് തിരിച്ച് പോകാനുള്ളതാണ്. പാസഞ്ചർ അപ്പസ് വെയിറ്റ് ചെയ്യണ്ടാവും, വിട്ടു പോവാം. ഹലോ ഗായ്സ്, പോലെ ഹൈ ഐഡിലാണ്, ലൈറ്റ്സ് എല്ലാം ഓണാണ്, കുഞ്ഞൊന്നും നോക്കാനില്ല. അങ്ങ് പോവാം. നമ്മൾ ബ്രേക്ക് അടിക്കുന്നു, ഡ്രൈവിലോട്ട് ഇടുന്നു, എല്ലാം ഓക്കെ. വാവ്, നല്ല സണ്ണി ഡേ ആട്ടോ ഒന്ന്. പക്ഷെ രാവിലെ ഉടുക്ക തണുപ്പായിരുന്നു. പൊട്ടി ചേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ചെറിയ ടൗൺ സെയിൻറ്റ് മേരീസ്. വീടിനൊക്കെ എങ്ങനെയാണ്, ചിലപ്പോൾ വീടിനൊക്കെ വില കുറവായിരിക്കും മിക്കവാറും. കാര്യം ജോലി സാധ്യതകൾ കുറവാണല്ലോ. പക്ഷെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു സാധാരണക്കാരന് താമസിക്കാനായിട്ട്. പക്ഷേ 2 പേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലൊരു ജോലി ഈ ഒരു ചെറിയ ടൗണിലൊക്കെ കിട്ടുമെങ്കിൽ നല്ലതാണ്. ഐ മീൻ ഒരു പ്രത്യേകതയുണ്ട് കാണാനൊക്കെ. നമ്മൾ ഈ സിഗ്നലിന് റൈറ്റ് ആട്ടോ പോകേണ്ടത്. ഓ മൈ ഗോഡ്, വെയിൽ നേരെയാണല്ലോ. ഓ ശരി, താഴ്ത്തിയിട്ടേക്കാം, നല്ല കാണാൻ പറ്റുന്നു. യാ ഓക്കെ. രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ എനിക്ക് വന്നുള്ളൂന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനത്തെ ടൗണിലൊക്കെ താമസിക്കാൻ നല്ല രസമായിരിക്കും. തിരക്കുറവാണത്. നമ്മൾ ടൊറൻറ്റോയിൽ നിന്നിട്ട് ടൊറൻറ്റോന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ഭയങ്കര സ്വർഗ്ഗമായിട്ട് തോന്നുന്നു. അവിടെ കൊടുക്കാത്ത ട്രാഫിക്കല്ലേ, ആയിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. ഓ ഇനിയിപ്പോൾ സമയമില്ലല്ലോ. കാപ്പി പിടിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മറന്നുപോയി ആ കാര്യം. ഇന്നിവിടെ വന്നിട്ട് വ്ളോഗ് റെക്കോർഡ് ചെയ്യാന്നുള്ള ലെവലിൽ ഞാൻ വന്നിട്ടേ. യാ കറക്റ്റ്. ചേട്ടാ ഫസ്റ്റ് ഞാൻ പോട്ടെ. ഒരു ദിവസം ഇവിടെ വിസിറ്റ് ചെയ്യാൻ മാത്രമുള്ള ചെറിയൊരു ടൗണാണ് കേട്ടോ. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ, ഇതാ കാണാൻ റെയിൽവേ സ്റ്റേഷൻ ആയിടാ. അത് നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ള സംഭവം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ, നല്ല വെളിച്ചം ഫ്രണ്ടിൽ നിന്നാണ് തന്നത്. ഇവിടുന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ നമ്മുടെ സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറഞ്ഞ ടൗണിലോട്ട്. അവിടെ നമുക്ക് പാസഞ്ചേഴ്സ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നേരെ അവിടെ പോവാം, അവരെല്ലാം പിക്ക് ചെയ്യുക. കുറച്ച് പേര് എയർപോർട്ടിലോട്ടും കുറച്ച് പേര് ഡൗൺ ടൗണിലോട്ടാണ് ആക്കേണ്ടത്.
ഇവിടത്തൊക്കെ സ്പീഡ് 50 കിലോമീറ്റർ സ്പീഡാണ്. അപ്പോൾ 50 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണ കുറച്ച് നല്ലത്. ഈ വണ്ടി എന്തൊരു സുഖം എന്നറിയോ ഓടിക്കാനായിട്ട്. ഞാനത് കുറേ പ്രാവശ്യമേ പറയണേ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറയണത് കേട്ടോ. ഈ ചെറിയ ടൗൺ ആയതുകൊണ്ട് ആൾക്കാരെ ചെറിയ കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പം ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അറിയാമായിരിക്കും. നമ്മുടെ അവിടെ അല്ലേ ഒരുമാതിരി ഭയങ്കര വലിയ ടൗൺ ആയതുകൊണ്ട് ഒരാൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് അറിയില്ല. ഇവിടെയൊക്കെ പരിചയം ഉണ്ടാവും എല്ലാവരും. വമ്പൻ വീടുകളൊന്നും കാണുന്നില്ല, എല്ലാം ചെറിയ ചെറിയ വീടുകളാണ്. പ്ലീസ് വിസിറ്റ് അഗെയിൻ. യെസ്, നാളെ വരാം കേട്ടോ. എന്ത് രസം നോക്കിയ സ്ഥലം. സമ്മറായതുകൊണ്ട് ഇനി ഭയങ്കര വൈബായിരിക്കും കാണാനൊക്കെ. 162.9, അതായത് $1 62.9 1 ലിറ്റർ പെട്രോളിൻ്റെ വില കേട്ടോ. നാട്ടിൽ എത്ര നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. നാട്ടിലൊക്കെ സെയിം ആയിരിക്കുമല്ലോ. ടയർ റൊട്ടേഷൻ $49. ടയർ റൊട്ടേറ്റ് ചെയ്യാൻ $49 ആണോ? അത്ര ചിലവുണ്ടാവും. ശരിയാ. ഇവിടെ നമ്മുടെ 80 കിലോമീറ്റർ സ്പീഡാണ്. നമ്മൾ നേരെ പോയാൽ കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേ 78 വരും. അപ്പം അവിടെ നിന്ന് റൗണ്ട് അബൌട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റ്ഫോർഡിലോട്ടുള്ള വഴിയാണത്. ലേറ്റ് ഒന്നും ആവില്ല. നമ്മൾ 8 മണിക്കാണ് സ്ട്രാറ്റ്ഫോർഡിൽ എത്തേണ്ടത്. നമ്മളെത്തും 8:02 അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. 2 മിനിറ്റ് സമയമുണ്ട്. ആൾക്കാർ കയറ്റാനൊക്കെ അത് മതിയാവും. ഹായ് സൈക്കിളിട്ട ആളോ. ഏറ്റവും കുഞ്ഞു ഗിയറിലിട്ടിട്ട് പതിയെ ചവിട്ടി പോകണല്ലോ. സ്പീഡിൽ പോട്ടെ അങ്ങോട്ട്. ഒരു കമ്പനി ഞാൻ കണ്ടു. ഇവിടെ കുറച്ച് ആൾക്കാർ പണിയെടുക്കണ്ടോ. ഈ ട്രക്കുകളൊക്കെ ഉണ്ടല്ലോ. എന്താ കൃഷി എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തൊക്കെയോ കൃഷി നടക്കുന്നുണ്ട്. കിളച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചാളെ ഞാൻ വരുമ്പോൾ അറിയാം. ചോളമായിരിക്കും മിക്കവാറും. ഈ സ്ഥലത്തോട്ടുള്ള ട്രിപ്പ് ഞാൻ അധികം എടുക്കാറില്ല, എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഇത് വെളുപ്പിന് 4 ട്രിപ്പ് സജിത്ത് എന്ന് പറഞ്ഞൊരു തൃശ്ശൂർകാരൻ പുള്ളിക്കാരനുണ്ട്, പുള്ളിയാണ് ഇത് എടുക്കാറ്. അപ്പോൾ ഇന്ന് പുള്ളിയുടെ വീക്കിലി ഓഫ് ഡേ ആണ്. അപ്പോൾ എനിക്ക് ഇന്ന് ഈ ട്രിപ്പ് കിട്ടി. ഈ ട്രിപ്പ് ഞാൻ ടൊറൻറ്റോ ഡൗൺ ടൗണിൽ കൊണ്ട് ആളിറക്കിയിട്ട് നേരെ ഈ വണ്ടി ഞാൻ നമ്മുടെ അടൂരുകാരൻ അലച്ചേട്ടന് കൈമാറും. അലച്ചേട്ടൻ ഈ വണ്ടിയായിട്ട് നേരെ ലണ്ടൻ എക്സ്പ്രസ് റൂട്ട് ബസ് പോകും, ട്രിപ്പ് പോകും. അത് ഇതേ റൂട്ട് തന്നെയാണ് കേട്ടോ പുള്ളി. ഇതേ റൂട്ട് സെൻറ്റ് മേരീസ് കഴിഞ്ഞിട്ട് നേരെ ലണ്ടനിൽ പോയി ലണ്ടനിൽ ആളിറക്കി ലണ്ടനിൽ നിന്ന് തിരിച്ച് ടൊറൻറ്റോയിലോട്ട് പോകും. എക്സ്പ്രസ് റൂട്ടാണത്. ഇച്ചിരി ഉള്ളിൽ ഏറ്റവും വലിയ ട്രിപ്പാണ്. അത് പുള്ളി എടുക്കും. അതെ, ആദ്യത്തെ റൗണ്ടബൌട്ട് വന്നു. സ്ട്രാറ്റ്ഫോർഡ് ലെഫ്റ്റ്, നമ്മൾ ലെഫ്റ്റ് പോകും. റൈറ്റ് പോയാൽ എൽജിൻ ഫീൽഡ്, ലണ്ടൻ അങ്ങോട്ടേക്കൊക്കെ റൈറ്റ് അടിച്ച് പോയാൽ ഈ ഹൈവേ കൂടി റൈറ്റ് പോയാൽ അങ്ങോട്ട് എത്തും. നമുക്ക് ലെഫ്റ്റ് അടിച്ച് പോകാം. നമ്മുടെ ട്രിപ്പ് നിന്ന് ലെഫ്റ്റിലോട്ടാണ്. ഈ റൗണ്ടബൌട്ടിൽ ആരുമില്ല. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇരിക്കണേ. പിന്നെ വീഡിയോ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നേ. എന്താ വെച്ചാൽ ഞാൻ മെയ് 1 മുതൽ മെയ് അവസാനം വരെ ഞാൻ ലീവ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് മെയ് ലാസ്റ്റ് വീക്ക് എനിക്ക് തിരിച്ച് ജോയിൻ ചെയ്യേണ്ടി വന്ന്. എനിക്ക് മെയ് 10 ഞങ്ങൾക്കൊരു ആൺകുട്ടി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞാൻ ലീവ് എടുത്തത്. ട്രക്കിൽ നിന്ന് വിട്ടതിൻ്റെ കാരണം അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ നാട്ടിലിപ്പോൾ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട്, സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം പാരൻസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രസവത്തിൻ്റെ സമയത്തും എല്ലാത്തിനൊക്കെ ആയിട്ട് ആരും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാനും അവളും ഇച്ചിരി പേടിച്ച് ലീവൊക്കെ എടുത്ത് എന്തിനും പ്രിപ്പയർ ആയിട്ടിരിക്കണമായിരുന്നു. ഏത് നിമിഷം ഒന്നും സംഭവിക്കുമല്ലോ. നാട്ടിലെ പോലെ നമുക്ക് പ്രസവത്തിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പേ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അഡ്മിറ്റ് ആക്കാൻ നമ്മൾ സമ്മതിക്കില്ല.
ഇവിടെ ആ ഒരു പെയിനൊക്കെ വന്ന് ഡയലേഷനൊക്കെ സെറ്റായി അവർ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ആക്കുള്ളൂ, അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വിടും. നല്ല പെയിനായിട്ട് വരാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊരു പേടി. ഞങ്ങളുടെ ഫസ്റ്റ് കുട്ടി ആയതുകൊണ്ട് എനിക്കൊരു പേടി ആയതുകൊണ്ടാണ് ഞാൻ മെയ് 1 തൊട്ട് ലീവ് ആക്കിയത്. അപ്പോൾ അത് ശേഷം കുറച്ച് ദിവസം ഞാൻ ലീവ് ഇരുന്നിട്ട് ഇപ്പം മെയ് അവസാനത്തെ ലാസ്റ്റിൽ ഇപ്പം തിരിച്ച് ബാക്ക് ടു വർക്കിലോട്ട് കയറി. ഇനി തുടർച്ചയായിട്ട് പിന്നെ വേറെ കാര്യം, ട്രക്ക് പോലെ അല്ലല്ലോ ഇത്, ഒരു ബസ് സർവീസ് അല്ലേ. ട്രക്ക് പോലെ നമുക്ക് എല്ലാ ദിവസത്തെ എല്ലാ ട്രിപ്പും നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് വ്ളോഗാക്കി ചെയ്യാനൊന്നും സമയമില്ല. ഇവിടെ പറ്റില്ല. ഒന്നാമതായിട്ട് ഇവിടെ പാസഞ്ചറൊക്കെ ആയിട്ട് പോകേണ്ട ഒരു വണ്ടിയല്ലേ. അപ്പോൾ അതിൻ്റേതായ കുറേ പരിമിതികളുണ്ട്. പിന്നെ സമയമില്ലായ്മ അത് വേറെ, ഉറക്കമില്ലായ്മ അത് വേറെ. ഫാമിലിയായ ആൾക്കാർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഞാനത് പലരും പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു കളിയിരുന്നു. ഇപ്പം എനിക്ക് നമ്മുടെ ലൈഫിലോട്ട് അത് വന്നപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഓരോ ലൈഫിൽ ഓരോ സ്റ്റേജസിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻജോയ് ചെയ്യുന്നു ലൈഫൊക്കെ. അപ്പോൾ പുതിയ വ്ളോഗുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ ബൈ. ട്രക്ക് കയറണം. ചേട്ടാ ആൾ കഴിച്ചു ഫ്ലാറ്റ് ബെട്ടോ ബാക്കിൽ JCB ഒക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. സുലാൻ.